ലോക്സഭാ മണ്ഡലങ്ങളുടെ ഫലപ്രവചനങ്ങൾ തുടരുകയാണ്. ഇനി നമ്മൾ എത്തുന്നത് കേരളത്തിലെ ഒരു ഗംഭീര മത്സരം നടക്കുന്ന, അതായത് ത്രികോണ പോരാട്ടം എന്ന നിലയിൽ തന്നെ അറിയപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. നമുക്കറിയാം, UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയാണ് കഴിഞ്ഞ 3 തവണയും പത്തനംതിട്ടയിൽ നിന്ന് പാർലമെൻറ്റിൽ എത്തിയിരുന്നത്. പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉറച്ച UDF കോട്ടയായി അറിയപ്പെടുന്ന പത്തനംതിട്ടയിൽ ഇത്തവണ എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. തോമസ് ഐസക്, അതായത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന CPM നേതാക്കളിലൊരാളായ തോമസ് ഐസക്കാണ് മണ്ഡലത്തിൽ LDFനായി ജനവിധി തേടിയത്. അപ്പോൾ കൗതുകകരമായ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ എത്തിയത് അനിൽ ആൻ്റണിയാണ്. BJP സ്ഥാനാർത്ഥിയായി അനിൽ ആൻ്റണിയുടെ വരവ് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, പ്രവചനം ഒരു പരിധിവരെ അസാധ്യമായ ഒരു മണ്ഡലത്തിലെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൗതുകകരമായൊരു വസ്തുത, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അതായത് 1,06,723 വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞത്. ഒരുപക്ഷെ സംസ്ഥാനത്തെ വലിയ ചരിത്രത്തിലിടം പിടിക്കുന്ന ഒരു കണക്കാണ് ഇത് എന്നുള്ളതാണ്. ഞെട്ടിക്കുന്ന കണക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അത് UDF ശക്തി കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളിയിലും ആറന്മുളയിലും ഒക്കെ ഒരു പരിധിവരെ ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്. LDF ലീഡ് അവകാശപ്പെടുന്ന ഈ കോന്നി, അടൂർ പോലുള്ള സ്ഥലങ്ങളിലും അതുണ്ട്. പൂഞ്ഞാറിൽ വൻപൻ രീതിയിലൊരു കുറവ് അവിടെ വോട്ടിങ്ങിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും വലിയ കൗതുകമാണ്. കേവലം ഏതാണ്ട് 13% വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഏതോ ഒരു ജനവിഭാഗം കാര്യമായി വോട്ടിങ്ങിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ പൂഞ്ഞാറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, പൂഞ്ഞാറിലാണ് മറ്റേ പള്ളി വിഷയങ്ങൾ നിലനിന്നിരുന്നത്. പൂഞ്ഞാർ ഫെറോന പള്ളിയിലെ വികാരിക്കെതിരെ ഒരു വിഭാഗം അക്രമം നടത്തി എന്ന ആരോപണം ഉയർന്ന സ്ഥലം. അക്രമം നടന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ അതൊരു വലിയ വിഷയമായി ഉയർന്നു നിന്നു. തൊട്ടിപ്പുറത്ത് ഈരാറ്റുപേട്ട പോലുള്ള മേഖലകളിലും വലിയ തരത്തിൽ പല അടിയൊഴുക്കുകളും നടന്നു. പൊതുവെ SDPIക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ UDFനാണ് എന്നവർ പൊതുവെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. നമ്മൾ വീണ്ടും NDA സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ പറഞ്ഞു പോകണം എന്ന് തോന്നുകയാണ്. NDA സംബന്ധിച്ച് അനിൽ ആൻ്റണി എന്ന സ്ഥാനാർത്ഥി PC ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ എത്തിയതാണ്. കഴിഞ്ഞ തവണ ലഭിച്ച 2,97,396 വോട്ടുകൾ പ്ലസ് ക്രൈസ്തവ വോട്ടുകൾ കൂടി നേടിയാൽ ഇത്തവണ ജയിക്കാമെന്നതാണ് അനിൽ ആൻ്റണിയുടെ കണക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 3,10,000 വോട്ടൊക്കെ പിടിക്കുന്നവർ ഇത്തവണ ജയിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ വോട്ട് ഒന്ന് നോക്കണ്ടേ. ആകെ കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 10,26,553 വോട്ടർമാരാണ് വോട്ട് ചെയ്തത്. 74.24%. അതിൽ UDFൻ്റെ ആന്റോ ആൻ്റണി അന്ന് നേടിയത് 3,80,927 വോട്ടാണ്. അതായത് 37.08%. LDFന് വേണ്ടി വീണ ജോർജ് 3,30,684 വോട്ടുകൾ നേടി. അതായത് 32.77. 2,97,396 വോട്ട് 28.95% K സുരേന്ദ്രനും നേടി. അതായത് കഴിഞ്ഞ തവണ ഒരുപക്ഷെ ഏറ്റവും ഗംഭീര ത്രികോണ മത്സരം നടത്തുന്നു. BJP ഒരു വമ്പൻ കുതിച്ചുചാട്ടം നടത്തിയ അയ്യപ്പൻ്റെ മണ്ണായ പത്തനംതിട്ട എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് തൊട്ടു മുമ്പുള്ള 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവലം 1,38,954 വോട്ടാണ് കിട്ടിയത്. അതായത് 15% നിന്ന് 29%-ലേക്കാണ് BJPയുടെ ഒരു കുതിച്ചുചാട്ടം. അതുകൊണ്ട് തന്നെ BJP കാര്യമായ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് തന്നെ പറയേണ്ടി വരും. പൊതുവെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് പത്തനംതിട്ടയിൽ സംഭവിച്ചിട്ടുള്ളത് ഇത്തവണത്തെ വോട്ടിങ്ങിൽ എന്ന് തന്നെ പറയേണ്ടി വരും. പറയാം. കഴിഞ്ഞ തവണ ആന്റോ ആൻ്റണിക്കെതിരെ പല വികാരങ്ങളും ഉണ്ടായിരുന്നു. പൊതുവെ ആന്റോ ആൻ്റണി വിരുദ്ധ വികാരം കാര്യമായി ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എല്ലാ തവണയും ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം കൊണ്ട് ആന്റോ ആൻ്റണി പത്തനംതിട്ടയിൽ വിജയിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത്. അവിടേക്കാണ് വീണ്ടും ആന്റോ ആൻ്റണിയെ തന്നെ പരീക്ഷിക്കുന്നത്. അതായത്
ഒരു ഈ ഭരണവിരുദ്ധ വികാരം, അതായത് ഭരിക്കുന്ന MP യോടുള്ള ഭരണവിരുദ്ധ വികാരമുള്ള ഒരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമ്മൾ ഇതൊരു പൊതു സ്റ്റാൻഡ് എടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം നന്നായി ഉയർന്നു നിന്നൊരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട. അവിടെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിലും ഹിന്ദു വോട്ടർമാർക്കിടയിലും അത്തരത്തിലൊരു വികാരം ഉയർന്നു നിന്നു. കഴിഞ്ഞ തവണത്തെ പോലെ വീണ ജോർജിനെ പോലെ ഒരു പവർഫുൾ സ്ഥാനാർത്ഥിയല്ല പത്തനംതിട്ടയിൽ തോമസ് ഐസക് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ആലപ്പുഴയിൽ നിന്ന് വന്ന ആളാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച നടത്തുമ്പോൾ കിഫ്ബിയാണ് എൻ്റെ വലിയ നേട്ടം എന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് തോമസ് ഐസക് അവിടെ പ്രചരണം തുടങ്ങിയത്. അത് തന്നെ തോമസ് ഐസക്കിന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ ജോർജിനെ പോലെ വോട്ട് നേടി തോമസ് ഐസക് പത്തനംതിട്ടയിൽ വിജയിക്കും എന്ന് ഈ ഘട്ടത്തിൽ എന്തായാലും കരുതാൻ വയ്യ എന്ന് തന്നെ പറയട്ടെ. പിന്നെ ആരാണ് പത്തനംതിട്ടയിൽ വിജയിക്കുക? സ്വാഭാവികമായും BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. BJP സ്ഥാനാർത്ഥിയായി അനിൽ K. ആൻ്റണി വിജയിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. നമ്മളൊരു സ്വാഭാവിക കണക്കെടുത്താൽ കഴിഞ്ഞ തവണ 3 ലക്ഷം വോട്ട് കിട്ടിയ ആൾക്ക് ഒരു 10,000 വോട്ട് കൂടി കിട്ടിയാൽ ജയിക്കില്ലേ എന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് അനിൽ ആൻ്റണി എന്ന PC ജോർജ് പറഞ്ഞ പോലെ അപരിചിതനായ സ്ഥാനാർത്ഥി. അത് ഒരുപക്ഷെ PC ജോർജ് ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആ വിഭാഗങ്ങൾക്കിടയിൽ പരിചയമുണ്ടായിരുന്നു. അനിൽ ആൻ്റണി ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ച് വിഭാഗത്തിൻ്റെയൊക്കെ വോട്ട് കാര്യമായി പിടിച്ചിട്ടുണ്ട്, അവരുടെ പരസ്യ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അനിൽ ആൻ്റണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിനെതിരായ അദ്ദേഹത്തിൻ്റെ പരാമർശം ഹിന്ദു വോട്ടർമാർക്കിടയിലടക്കം വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഗ്രൗണ്ട് പൾസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിൻ്റെ വിവാദങ്ങളും മറ്റും ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അച്ഛനോട് പെരുമാറേണ്ട രീതിയിലല്ല മകൻ പെരുമാറിയത് എന്ന വികാരം ഈ പറയുന്ന BJP അനുകൂല ഹിന്ദു വോട്ടർമാർക്കിടയിലുണ്ട് എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ വരുമ്പോൾ പിന്നെ ആരിലേക്കാണ് വീണ്ടും വിജയം വിരൽ ചൂണ്ടുന്നത് എന്ന് ചോദിച്ചാൽ വീണ്ടും ആൻ്റണി തന്നെ പത്തനംതിട്ടയിൽ വിജയിക്കാനുള്ള വലിയ സാധ്യത തന്നെ നിലനിൽക്കുന്നുവെന്ന് പറയേണ്ടി വരും. ഇതൊരു വലിയ റിസ്ക്കുള്ള പ്രവചനമാണ് എന്ന് കൃത്യമായി പറയുകയാണ്. കാരണം കേവലം 40,000 വോട്ടിനാണ് ആൻ്റണി കഴിഞ്ഞ തവണ വിജയിച്ചത്. പക്ഷേ ഇപ്പുറത്ത് BJPക്ക് കുറച്ചുകൂടെ കരുത്തനായൊരു സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ BJPയുടെ സാധ്യത പറയേണ്ടി വന്നേനെ. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം നിൽക്കുന്നതുകൊണ്ട് തന്നെ പാർട്ടി വോട്ടുകൾ കിട്ടിയാൽ തന്നെ അവിടെയും ചോർച്ചകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൂഞ്ഞാറിലെ മുസ്ലിം വോട്ടുകൾ നേടാൻ തോമസ് ഐസക് കാണിച്ച കളികളും ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ, SDPI വോട്ടുകൾ, പൊതുവെ അനിൽ ആൻ്റണിയിൽ നിന്ന് ചോർന്നു പോകുന്ന ഹിന്ദു BJP വോട്ടുകൾ അത് സ്വാഭാവികമായും ആൻഡോയിലേക്ക് തന്നെ വീണ്ടും എത്താനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ പത്തനംതിട്ടയിൽ ആൻ്റണി ഇത്തവണയും ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. വീണ്ടും പറയുകയാണ്, ഇതൊരു റിസ്ക്കുള്ള പ്രവചനമാണ്. 3 പേർക്കും സാധ്യതയുള്ളതാണ്. അനിൽ ആൻ്റണിക്കും സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 1 ലക്ഷം വോട്ട് 1.6 വോട്ട് എവിടെ പോയി എന്ന ചോദ്യത്തിന് തീർച്ചയായും ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. നന്ദി.